ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു കാര്യം, ഒരു അപ്ഡേഷൻ, ലേറ്റസ്റ്റ് അപ്ഡേഷനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ജൂലൈ 15 കഴിഞ്ഞാൽ കുറേ ചാനലുകൾക്കൊക്കെ പ്രശ്നം വരുന്നു എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പേടിച്ചിരുന്നതാണ്. നമ്മളും രാവിലെ എണീച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലുണ്ടോ, ദൈവം ഇത് സ്വന്തം കണ്ടന്റാണ്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്, എന്നിട്ടും ഇതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും ഈ ചാനൽ കൊണ്ടുപോകുമ്പോൾ. നമ്മളെല്ലാവരും കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയില്ല. എങ്കിലും കുറേ ചാനലുകളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോസൊക്കെ കാണും പറയാം. അതുപോലെ കുറേ ഫോളോവേഴ്സ് ഉള്ളവരുടെ കുറേ കുക്കിംഗ് ചാനൽ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തവരുടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ നോക്കുക. അപ്പം ഞാനിപ്പോൾ പറയുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മളുടെ എബൌട്ട്, നമ്മളെക്കുറിച്ച്, നമ്മൾ ആരാണോ, നമ്മളെല്ലാവരും ഇപ്പം വൈറ്റി സ്റ്റുഡിയോയിൽ പോയി നമ്മളൊരു തമ്പനയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം അല്ലേ? ആ ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത് മാത്രം എല്ലാവർക്കും ഉണ്ടാകും. അത് അങ്ങനെ വെരിഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതെല്ലാവരും അത് ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവർ അല്ലെങ്കിൽ ചാനലായിട്ട് അങ്ങനെ റൺ ചെയ്യുന്ന ഒരുപാട് പേര് വളരെ കൃത്യമായിട്ട് ഒരു ചാനൽ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ഈ ചാനലിൻ്റെ എബൌട്ട് എന്ന് പറയുന്ന അതിൽ ഡെസ്ക്രിപ്ഷനിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് പേര്, തുടക്കക്കാർ, ഇതൊന്നും കൊടുക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ചാനലിൻ്റെ പേരായിട്ട് കാണുന്ന www. അതായത് ആ വെബ്സൈറ്റ് അത് കാണും, എന്ന് ചാനൽ തുടങ്ങിയെന്ന് കാണും, പിന്നെ ടോട്ടൽ വ്യൂസ് കാണും. ഇതാണ് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതുവരെ അങ്ങനെ ആയാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മളൊരു ചാനൽ, അതായത് യൂട്യൂബിന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഒറിജിനലാണ്, നമ്മൾ ഫേക്ക് അല്ല. അത് നമ്മളിപ്പോൾ ഫേസ് ലൈവ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫേസ് വീഡിയോ ചെയ്യുന്നവരുണ്ടാകാം. ഇപ്പോൾ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കൊടുത്ത് ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അത് നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മളുടെ തന്നെയാണ്, നമ്മളത് ഫേക്ക് അല്ല എന്നറിയിക്കാനായിട്ട് നമ്മളവിടെ നമ്മളെക്കുറിച്ച്, നമ്മൾ ആരാണ്, എന്താണ്, നമ്മളെവിടെയാണ് സ്ഥലം, അത് പിന്നെ നമ്മൾ ഒറിജിനലാണ്. ഇപ്പം നമുക്ക് വേറെ സോഷ്യൽ മീഡിയയിൽ വേറെ എന്തൊക്കെ അക്കൗണ്ട് ഉണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, എല്ലാവർക്കും ഫേസ്ബുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിലെ ആ ഐഡിയ എല്ലാം അത് നമ്മൾ ഇത് കോപ്പി ചെയ്ത് ആ എബൌട്ടിൽ, ആ ഡെസ്ക്രിപ്ഷനിൽ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതുപോലെ ഒത്തിരി പേര് ഫോൺ നമ്പേഴ്സ് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏത് ചാനലാണോ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നത് അത് കൊടുക്കുന്നവരുണ്ട്. കുറേ പേർക്ക് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ശല്യമാകുമോ എന്ന് കരുതി ഫോൺ നമ്പർ കൊടുക്കാത്തവരുണ്ട്. ഞാൻ ഫോൺ നമ്പറൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും ഒറിജിനലാണ് എന്ന് അറിയിക്കാനായിട്ടാണ്. അതേപോലെ നമ്മൾ എന്താണ് നമ്മൾ ചാനൽ ചെയ്യുന്നത്. ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മൾ GK വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ യാത്രകളായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലേ, അങ്ങനെ എക്സെട്ര ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. അപ്പോൾ അതെന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച്, നമ്മൾ ആരാണ്, എവിടെയാണ് എന്നുള്ളതും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണവും കൊടുക്കുക. നമ്മൾക്ക് വേറെ ഏതൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് അതങ്ങനെ കൊടുക്കുക. ഞാൻ എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം വേറെ ഫോണിൽ എനിക്കൊരു സ്വന്തമായിട്ടുള്ളൊരു ID ഉണ്ട്, മീര ബിന്ദു എന്നുള്ളത്. അപ്പം ആ IDയിൽ ഞാൻ എൻ്റെ ചാനൽ മീരാസ് വ്ലോഗ് ഓപ്പൺ ചെയ്യണം. മീരാസ് വ്ലോഗ് ഓപ്പൺ ചെയ്ത് കണ്ടോ, അതിൻ്റെ DP ഇത് മീരാസ് വ്ലോഗ്, ഇത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ ഇതുപോലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫോൺ നമ്പർ ഒഴികെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും ഇതുപോലെ നമ്മൾ കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ചാനലുകാർ, തുടക്കക്കാരുണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ 100 ആയിരിക്കാം, 500 ആയിരിക്കാം, അല്ലെങ്കിൽ 1000 ആയിരിക്കാം ഫോളോവേഴ്സിന് നമ്മൾ നേടിയിട്ടുണ്ടാവുന്നത്. അതൊക്കെ കളയാതെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതുവരയ്ക്കും കഷ്ടപ്പെട്ട വാച്ചവർ
അതുപോലെ കമൻസ്, ലൈക്കുകൾ, അതൊക്കെ നമ്മൾ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും ഒറിജിനലാണ്. അത് നമ്മൾ ഫേസ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വോയിസോ നമ്മുടെ വേറെ എന്തെങ്കിലും നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തത് എന്തെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ അത് അത്രയും അത് നമ്മുടെ സ്വന്തമാണ് എന്ന് നമ്മൾ തെളിയിക്കാനായിട്ട് എന്ന് യൂട്യൂബിൻ്റെ അറിവിലേക്ക് നമ്മളതവിടെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവർ വീഡിയോയ്ക്ക് താഴെയുള്ള ഡെസ്ക്രിപ്ഷൻ ക്ലിക്ക് ബൈറ്റ്, നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ കോർത്ത് വയ്ക്കാതെ അതേപോലത്തെ തന്നെ നമ്മുടെ ചാനൽ ഇത് ഒറിജിനലാണ്, നമ്മുടെ ഒറിജിനൽ വോയിസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ആണ് എന്ന് നമ്മൾ എന്താണോ അവിടെ കൊടുത്തിട്ടുള്ളത് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഒരുപാട് പേര് ടെക്നിക്കൽ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം വീഡിയോസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അപ്ഡേഷൻ വന്നതിന് ശേഷം എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അപ്പം നമ്മളും അതുപോലെ നമ്മുടെ ചാനൽ ഫേക്ക് അല്ല, ഒറിജിനലാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനൽ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അത് മാത്രമല്ല, പിന്നെ ഈ തമ്പനയിൽ കൊടുക്കുന്നിടത്ത് നമ്മൾ എന്താണോ വീഡിയോ ചെയ്യുന്നത് അതിലെന്തെങ്കിലും ഒന്ന് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ആ തമ്പനയിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പം ഒരു കുക്കിംഗ് ചാനലാണ്, ഞാനൊരു എക്സാമ്പിൾ പറയണേ. ഒരു കുക്കിംഗ് ചാനൽ നമ്മൾ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നു, പക്ഷെ അത് കുക്ക് ചെയ്ത് അത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ താഴെ ഏതെങ്കിലും ഒരു #ടാഗ് കൊടുത്തിട്ട് ചിലപ്പം ഇതിലൂടെ ഇങ്ങനെ മണി ഏൺ ചെയ്യാം, അങ്ങനത്തെ എന്തെങ്കിലും, അതായത് പെട്ടെന്ന് എല്ലാവർക്കും അത് ഏൺ ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകും എന്നുള്ളതൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനത്തെ എല്ലാം ഒഴിവാക്കുക. കാരണം നമ്മുടെ ചാനലിൽ എന്താണോ ഉള്ളത് അത് മാത്രം കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് കർശനമായിട്ട് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒന്നും നേടാൻ സമ്മതിക്കൂല എന്നാണ്. നേരത്തെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് യൂട്യൂബേഴ്സാണ് ഉള്ളത്. ദൈനംദിനം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സാണുള്ളത്. അതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പം നമ്മളെന്നും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോ കണ്ടന്റ് നല്ലതാണെങ്കിൽ എന്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആ വീഡിയോ നല്ലതാണെങ്കിൽ റീച്ച് ആകും. അത് യൂട്യൂബ് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് റെക്കമെൻഡിലേക്ക് വിടുന്നത്. അപ്പം നമുക്ക് ആ റെക്കമെൻഡേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. അതുപോലെ തമ്പനയിൽ നന്നായിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തുണ്ടോ അതിൽ ഒരു പാർട്ട് എടുത്ത് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം റീച്ച് ആകുന്ന വിധത്തിൽ നമ്മൾ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അതിനെക്കുറിച്ചിട്ടുള്ള #ടാഗ് കൊടുക്കുക, ഡെസ്ക്രിപ്ഷനിൽ വിവരിക്കുക, എന്തെങ്കിലും ഒരു 2-3 വരി നമ്മൾ അതിനെക്കുറിച്ച് വിവരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എബൌട്ടിലുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഒറിജിനൽ വീഡിയോ ആണെന്നറിയാൻ നിങ്ങൾ ഏതൊക്കെ ആക്സസറീസ് ഉപയോഗിക്കുന്നു എന്നുള്ളത്, മീൻസ് വേറെ ക്യാമറ വെച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത്, അത് പ്രത്യേകം എല്ലാവരും ഇത് എടുത്ത് പറയുന്നുണ്ട്. അതോ നിങ്ങളുടെ സ്വന്തം ഫോണിലാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതില്ല. നിങ്ങളുടെ ഫോണാണെങ്കിൽ നിങ്ങളുടെ ഫോൺ, അത് ഏത് ഫോണാണ് ആ ഫോണിൽ അതാണ് ഞാൻ ക്യാമറ ഫോൺ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി എന്തൊക്കെ ആക്സസറീസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഒരു കോമയായിട്ട് കൊടുത്തിട്ട് പോയാൽ മതി. ഇത്രയും നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, ഇതെല്ലാം നമ്മുടേതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും ഫേക്ക് അല്ല എന്നുള്ളത് നമ്മൾ പറയണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആരും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.